ദിലീപ്, ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ ആ പ്രകോപനം, അത് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകോപനത്തിന്റെ ആ ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ വീണ്ടും ഇതിങ്ങനെ തുടരുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോൾ കാണുന്നത്. ക്രിസ്റ്റീന, ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാകിസ്ഥാൻ അതിർത്തിയിൽ ഡ്രോണാക്രമണം നടത്തുകയായിരുന്നു. ഇന്ത്യയുടെ സൈനിക താവളങ്ങൾക്കും വ്യോമത്താവളങ്ങൾക്കും നേരെയായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. മാത്രമല്ല, ഇന്നലെ പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ കൂടി ആക്രമണം നടത്തി. ഇതിന് ചുട്ട മറുപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നേരത്തെ 600ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഈ ഡ്രോണുകളെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയോ അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയോ ചെയ്തിരുന്നു. ഇന്നലെ ഈ തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്കപ്പുറം നിന്ന് കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണവും ഒക്കെ ഉണ്ടായപ്പോഴും ഇന്ത്യ ഇതിൻ്റെ, അതായത് ജനവാസ മേഖലകൾ എന്നത് തെരഞ്ഞെടുത്ത് ആക്രമിക്കാതെ അല്ലെങ്കിൽ ആ നിലയിൽ ഉള്ള ഒരു മറുപടി നൽകാതെ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ തന്നെ, വ്യോമത്താവളങ്ങൾ തന്നെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക, അവയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ഔദ്യോഗികമായി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പ്രേക്ഷകരെ അറിയിക്കട്ടെ. പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം രാവിലെ 10 മണിക്കായിരിക്കും ഉണ്ടാവുക. രാവിലെ 10 മണിക്ക് ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലാകും അറിയാനാവുക. ഏതായാലും പാകിസ്ഥാനിലെ 3 പ്രധാന വ്യോമത്താവളങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. റാവൽപിണ്ടിയിലടക്കം തലസ്ഥാനമായ അവരുടെ സൈനിക കേന്ദ്രമായ റാവൽപിണ്ടി, ഇസ്ലാമാബാദിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ അകലെ മാത്രമുള്ള റാവൽപിണ്ടിയിലെ വ്യോമത്താവളം ഉൾപ്പെടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളൊക്കെ ഈ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിന് ചുട്ട മറുപടിയായി ദിലീപ്, ഇപ്പോൾ നമുക്ക് ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്.